കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളില പറിച്ചിട്ടുണ്ട്. മഞ്ഞളിലയാണിത്. അപ്പം നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം. പാറിപ്പോയോ? ഇതാ ഗൈസ്, ഇതാണ് പച്ച പൊന്നാമ. പാറിപ്പോ നോക്കട്ടെ. അതാ പോയി. ഈ ഇല കൊടുത്തല്ലോ. ഇങ്ങനെയാണോ മറ്റേ ഇല? നീളം അങ്ങനെ തന്നെ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു 2 ശർക്കര ഇടുന്നുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നാഴി അരിപ്പൊടിയും കുറച്ച് വേവിച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് ജാനിക്കുട്ടി പീലി, ജാനിക്കുട്ടിക്ക് കൊടുക്കും. ജാനിക്കുട്ടി എവിടെ? ഇത് പീലിക്കുട്ടി. കുറച്ച് ഏലക്കായയും ജീരകവും കൂടി പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞളില കൊണ്ട് കുമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ചാടുമാവി ആ ഗൈസ്, അപ്പം നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഗൈസ്, നമ്മുടെ കുമ്പിളപ്പം സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടുണ്ട്. ഓക്കെ, ഇതിലിടയ്ക്ക് ഒരു നാളികേര കൊത്ത് കഴിക്കണം. കുമ്പിളപ്പം ശരിയാ, ഇടുവായിരുന്നില്ലേ മറന്നു. നാളികേര അങ്ങനെ ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോൾ